വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാല ഷവായയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിനു വേണ്ടി ആദ്യം ബൗളിലേക്ക് ഒരു 1/4 കപ്പും 1.5 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 12 കാശ്മീരി ചില്ലിയാണ്. എരിവ് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ കാശ്മീരി ചില്ലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു 30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1.5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കൂടെ ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാശ്മീരി ചില്ലിയില്ലേ, അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ നന്നായി ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരിക. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ 4 പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇതുപോലെ വലിയ പീസസ് ആണ്. ഇത് നന്നായിട്ട് വരഞ്ഞും കൊടുക്കുക, ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക, കാരണം മസാല നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കണം. അപ്പോൾ ഇനി നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് തന്നെ നമുക്കിതുപോലെ നല്ല കോട്ട് ചെയ്തിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാ പീസും ഇതേപോലെ നന്നായി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം. ബെറ്റർ നിങ്ങൾ ഓവർനൈറ്റ് വെച്ചോളൂ. അപ്പോൾ നന്നായിട്ട് പീസസിലേക്കൊക്കെ മസാല പിടിച്ച് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഓവർനൈറ്റ് വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ തരും. ഇനി പിറ്റേ ദിവസം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള മസാലയൊക്കെ ഇല്ലേ, അതങ്ങനെ അതിലേക്ക് ചിക്കൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് മസാല ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ഇത് ഞാൻ കുക്ക് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വെച്ചു. അപ്പോൾ തന്നെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായി കിട്ടി കേട്ടോ. ഇനി നമ്മൾ അങ്ങനെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക ഒരു പാനിൽ. എന്നിട്ട് അതിൽ 2 സൈഡും നന്നായിട്ട് തന്നെ ഒരു ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതലും നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ ചിക്കനൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള മസാലയും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുകയാണ്. നല്ല ബോയിൽ ചെയ്തെടുക്കുക. എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കിടന്ന് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് ബോയിൽ ആവണം. അപ്പം ഞാൻ ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രേവിയും ചിക്കനും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കനാണിത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.